ഹായ്, കുഞ്ഞോനാണേ. അപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോസിലില്ല. ചെറിയ ശാരീരിക പ്രശ്നം കാരണം ചെറുതായിട്ടൊരു പനി ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് റെസ്റ്റിലായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് റിക്കവറായിട്ട് വന്നിട്ടേ ഉള്ളൂ. 2 ദിവസമായിട്ട് ചെറിയ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീട്ടുകൂടൽ പരിപാടി ഉണ്ട്. അത് കത്രമ്മലാണ് വീട്ടുകൂടൽ പരിപാടി. അപ്പോൾ നമ്മൾ ആ വീട്ടുകൂടൽ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണിയും ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വാവക്ക് അലക്കാനുണ്ട്, പാത്രങ്ങളൊക്കെ കൈ വെക്കാനുണ്ട്. തിരക്കിട്ട പണിയിലാണ്. അതിൻ്റെ ഇടയിൽ അവൾ വന്നും കണ്ട് ഓളെ റോസാക്കൊമ്പ് റെഡിയാക്കുകയാണ്. ഓയ് എന്തേതാ പോണ്ടേ? എന്നാ വേഗം നോക്കിക്കോ. അപ്പോൾ അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സർഫ് പൊടി വാങ്ങിയിട്ടില്ല. സർഫും പൊടി തീർന്നു പോയിട്ടുണ്ട്. സർഫും പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ വരെ ഒന്ന് പോണ്ടിയുണ്ട്. ഞാൻ സർഫും പൊടി വാങ്ങിയിട്ട് വരാം. അലക്കാനുള്ളത് അലക്കി കഴിഞ്ഞിട്ട് പോക്ക് നടക്കൂ. ഇന്ന് അലക്കിയിട്ടില്ലെങ്കിൽ നാളേക്കുള്ളതും കുന്നുകൂടും. അപ്പോൾ ഒരുപാട് ഐറ്റംസ് അലക്കാൻ കൂടി വരും. അതിനെക്കൊണ്ട് എന്താ വെച്ചാൽ അലക്കാനുള്ളത് പോയി വാങ്ങട്ടെ. അല്ല സോറി കേട്ടോ, സർഫും പൊടി പോയി വാങ്ങട്ടെ. തെറ്റിപ്പോയതാണ്. സർഫും പൊടി പോയി വാങ്ങട്ടെ. എന്നിട്ട് വെക്കം വരാം. കടയിൽ പോയിട്ട് ബാക്കി നമുക്ക് അവിടെ നിന്ന് കാണാം. എന്താണ് കിന്നാരത്തിന് നിൽക്കാൻ? ആടെ പെണ്ണുങ്ങളൊന്നുമില്ല കിന്നാരം പറഞ്ഞെടുക്കാൻ. എന്താ ഒരാണിനെ കിട്ടിയാൽ മതി. നിങ്ങൾക്ക് എല്ലാ പുരാവസ്തു പുരാണ കഥകൾ ഇങ്ങനെ തൊഴിച്ചു കൂട്ടാനുണ്ടാവും. എന്തുണ്ടാവും? പറഞ്ഞു കൂട്ടാനുണ്ടാവും. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? അല്ല പിന്നെ. അപ്പൊ ഗൈസ് നമ്മളെ കടയിലേക്ക് വന്നാണ്. കട തുറക്കുന്നേ ഉള്ളൂ. ഞമ്മക്കായി വേഗം തുറക്കി. നിങ്ങൾ എന്ത് എടുക്കാണ്? വേഗം നോക്കിട്ടോ. എനിക്ക് 1-2 സാധനം വേണ്ടിയുണ്ട്. ഓ അപ്പൊ ഗൈസ് നമ്മളെ വീക്കർമാർട്ട് എന്നാണ് നമ്മളെ കടൻ്റെ പേര്. ഇവിടെ നിന്നാണ് നമ്മളൊരു എല്ലാ സാധനവും വാങ്ങൽ. മിക്ക സാധനങ്ങളും നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങൽ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കട. ഇവിടുത്തെ സ്റ്റാഫാണ്. ആള് വളരെ ഡീസൻറ്റ് മനുഷ്യനാണ് കേട്ടോ. പാലക്കാട്ടിലാണ്. ഇപ്പോൾ ഒരു വീട് പാലക്കാടാണ്. പാലക്കാടുകാരനാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ് മൂപ്പരെ മകള് പഠിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മൂപ്പര് ഇവിടെയാണ് ഇപ്പോൾ താമസം. എന്താ പറയുക, നാട്ടിൽ പോവും. നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചുറ്റുപാടൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ഇവിടെ താൽക്കാലികമായിട്ട് നമ്മളെ കടയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്. അല്ലേക്കാ? അങ്ങനല്ലേ? അതാണ്. അപ്പോൾ നമുക്ക് സർഫും പൊടിയാണ് വേണ്ടത്. നമ്മൾ അധികം മുല്ലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മുല്ലൻ്റെ പാക്കറ്റ് എടുക്കാം. അത്രയ്ക്കാ? 20 അല്ലേ? ഇതാ. ഓക്കെ. അപ്പോൾ ഞാൻ പോയിട്ട് അലക്കിയിട്ട് ഇന്ന് ചെറിയൊരു വീട്ടിൽ കൂടുതലുണ്ട്. ഇപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. ഓക്കെ. അപ്പോൾ നമ്മളെ സർഫും പൊടിയൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. റോക്കി, നമ്മളെ റോക്കി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. റോക്കി മോനെ, എന്നാ നമ്മൾ കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട്. സോപ്പും പൊടി വേഗം അലക്കിയിട്ട് പോകാനുള്ള പരിപാടി നോക്കാം. തേച്ചോ? അയ്യവാ. അപ്പോളേ നമ്മളെ പുതിയ വീട്ടുകൂടൽ പരിപാടിയുള്ള പുതിയ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് എൻ്റെ തറവാടാണ്, ഈ ഓടിട്ട വീട്. അതേപോലെ തന്നെ ഈ കാണുന്ന വീട് എൻ്റെ അമ്മാവൻ്റെ മൂത്ത അമ്മാവൻ്റെ മകന് ഉണ്ടാക്കുന്ന വീടാണ്. എൻ്റെ വൈഫ് കൊലായി തന്നെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പരിപാടി ഉച്ചയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ നമ്മളെ വീട്ടുകാർ കുടുംബക്കാർ കുറച്ച് ആൾക്കാർ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇത് എൻ്റെ ചെറിയ അമ്മാവൻ്റെ വൈഫാണ്. വീടിൻ്റെ ഉൾവശം ഈ കാണുന്ന ഇതൊക്കെ തന്നെയാണ്. ഈ വീടിൻ്റെ ഉൾവശത്ത് അവസ്ഥ.
കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പണിതേക്കുന്നത്. അടുക്കളൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ കിച്ചണാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുറച്ച് കുടുംബക്കാർ വന്നവർക്ക് മാത്രം കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാണുന്നതാണ് എൻ്റെ മൂത്തമ്മ. മൂത്തമ്മ എന്ന് ഉദ്ദേശിച്ചത് ഈ വീടിൻ്റെ ഉടമസ്ഥ ആണ് ആള്. നല്ല അടിച്ചമ്പൊളി ചിക്കൻ കറി ഉണ്ട്, അതേപോലെ നല്ല സൂപ്പർ നെയ്ച്ചോറുണ്ട്. ഇത് വീട്ടുകാർക്ക് മാത്രം കുറച്ച് ഉണ്ടാക്കിയതാണ്. സമയം ഉച്ച സമയമാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളെ പരിപാടി. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളെ വീട്ടുകൂടൽ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ വന്നു പോയി. കുറച്ച് കുടുംബക്കാർ മാത്രം അവിടെ ഉണ്ട്. ഈ വീടിൻ്റെ രാത്രി വ്യൂ വരുന്നത് ഈ ഒരു ലുക്കിലാട്ടോ. ഇതാണ് ഈ വീടിൻ്റെ രാത്രി വ്യൂ വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.